ഹലോ ഗൈസ്, ജെഫോട്ടിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഞാൻ കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കാരണം നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേരുടെ ചാനലുകൾ ടെർമിനേറ്റ് ആവുന്നു, മോണിറ്റൈസേഷൻ കട്ടാവുന്നു, യാതൊരു കാരണമില്ല. നമ്മൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട് യാതൊരു വയലേഷനോ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിൻ്റെ വയലേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പം സാറിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിനകത്ത് യാതൊരു രീതിയിലുള്ള വയലേഷനോ കാര്യങ്ങളോ ചെയ്യാതെ തന്നെ നമ്മുടെ ചാനൽ ഇങ്ങനെ ടെർമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മോണിറ്റൈസേഷൻ ആയ വലിയ വലിയ ചാനലുകളൊക്കെ മോണിറ്റൈസേഷൻ കട്ടായി പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം വരുന്നുണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ പേരിൽ തന്നെ നമുക്ക് വേറൊരു ചാനലുകൾ, പഴയ നമ്മൾ പണ്ടൊക്കെ ക്രിയേറ്റ് ആയിരിക്കുന്ന ചാനലുകൾ നമുക്കുണ്ടെങ്കിൽ ആ ഒരു ചാനലിനകത്ത് എന്തെങ്കിലുമൊക്കെ വയലേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ചാനൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ചാനലുകൾ റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ നമ്മൾ യാതൊരു രീതിയിലുള്ള വയലേഷനോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസുമായി ബന്ധപ്പെട്ട് യാതൊരു വയലേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ സ്വന്തം വീഡിയോസ് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഒരു രീതിയിലും നമ്മൾ ഒരു വയലേഷനോ കാര്യങ്ങളോ ചെയ്യില്ല, ശ്രദ്ധിച്ച് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ പേരിലുള്ള വേറെ ഏതെങ്കിലുമൊക്കെ ചാനലുകൾ നമ്മൾ ഒന്നും അറിയാത്ത സമയത്ത് നമ്മൾ തുടങ്ങിയിട്ട, അതായത് റീയൂസറുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുള്ള ചാനലുകളുണ്ടോ, മുമ്പ് ക്രിയേറ്റ് ചെയ്ത ചാനലുകൾ, അങ്ങനെയുള്ള ചാനലുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ മോണിറ്റൈസേഷൻ കട്ട, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് എതിരാണെങ്കിൽ അത് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ, ഇപ്പോൾ ഉള്ള മെയിൻ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാകാനും ഏതെങ്കിലും ചാനൽ പണ്ടത്തെ ചാനലുകളൊക്കെ റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പുതിയ ചാനൽ റിമൂവ് ആകും. മെൻഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമ്മുടെ സൗണ്ടിലോ നമ്മുടെ ഫേസിലോ നമ്മുടെ IP അഡ്രസ്സിലോ നമ്മളുമായി ബന്ധപ്പെടുത്തി ചെയ്ത ഏതെങ്കിലുമൊക്കെ ചാനലുകൾ ഉണ്ടെങ്കിൽ, വേറെ മറ്റ് ചാനലുകളുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പുതിയ ചാനലുകളും റിമൂവ് ആയ ചാനലുകളുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ചാനലും റിമൂവ് ആയി പോകുന്ന ആ ഒരു അപ്ഡേഷനാണത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചാനലിനകത്ത് വയലേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരിലുള്ള മൊത്തം ചാനലുകളും പോകും. അതാണ് സർക്കുലേഷൻ പോളിസി പറഞ്ഞത്. ആ ഒരു സർക്കുലേഷൻ പോളിസി ഇപ്പം യൂട്യൂബ് കൂടുതൽ ശക്തമായിട്ട് പ്രാബല്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചാനലുകൾ പോകുന്നുണ്ട് മോണിറ്റൈസേഷൻ കട്ടാവുന്നതുകൊണ്ട്. അതായത് റിലേറ്റഡ് ചാനൽ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ, വയലേഷൻ വന്നിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ചാനലിനകത്ത് ഇങ്ങനെ വയലേഷൻ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ, മുൻപൊക്കെ ഒന്നും അറിയാതെ ഒരുപാട് ചാനലുകളൊക്കെ ക്രിയേറ്റ് ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പുറത്തുനിന്നുള്ള വീഡിയോസൊക്കെ ആണ്, എന്തെങ്കിലും വയലേഷനുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അതിൻ്റെ മെയിൽ ID കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ചാനലുകളെ വീഡിയോസും കാര്യങ്ങളൊക്കെ പരമാവധി അങ്ങനെയുള്ളതൊക്കെ ഡിലീറ്റ് ആക്കി തീർക്കുക. ഓക്കെ, പുതിയ ചാനലിലെ വീഡിയോസ് ഡിലീറ്റ് ആക്കാനല്ല പറയുന്നത്, ചാനൽ ഫ്രീസ് ആയി പോകും. പഴയ ചാനലിലെ വീഡിയോസ് ഡിലീറ്റ് ആക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ വയലേഷനുള്ള ചാനലുകളാണെങ്കിൽ ആ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ നോക്കുക. ആ ഒരു മെയിൽ IDക്കകത്തുള്ള ചാനലുകളൊക്കെ ഡിലീറ്റ് ആയി കളയുക. അല്ലെങ്കിൽ നമ്മുടെ പുതിയ ചാനലുകൾ നമ്മൾ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ആക്കിയാൽ നമ്മൾ ഈ ഒരു ചാനലിനകത്ത് യാതൊരു വയലേഷൻ ചെയ്തിട്ടില്ലെങ്കിലും ചാനൽ റിമൂവ് ആയി പോകുന്നതായിരിക്കും. ഈ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാലം കഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. യാതൊരു ദാക്ഷിണ്യം യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നില്ല. അപ്പീൽ ചെയ്താൽ പോലും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പറയാൻ നമ്മളിന്ന് വീഡിയോ ചെയ്ത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം ഇവിടെ കാണാം. ബൈ.